പറയാണ് ദമസ്കോസിലോട്ട് പോകാൻ പറഞ്ഞ് ദമസ്കോസിലോട്ട് പോകണം. ദൈവാത്മാവ് പറയാണ് തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ കമ്മിറ്റി പറയും വടക്കോട്ട് പോകും. ദൈവവേല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ആമേൻ. ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ ദൈവാത്മാവ് പറയാം ബിനീഷ് അങ്ങോട്ട് പോകരുതെന്ന് പറയുമ്പോൾ കേൾക്കണമെന്നുണ്ട്. ഏലിയാവിനോട് ദൈവം പറഞ്ഞു ഏലിയാവേ വയറ് മുറുക്കി ഓടിക്കോണം. ആഹാബിന്റെയും ഇസബേലിന്റെ വെല്ലുവിളി നിനക്കെതിരെ വന്നിരിക്കുക. ഏലിയാവ് പട്ടിണിയിലാണെന്ന് മറക്കണ്ട കേട്ടോ. ഏലിയാവ് പട്ടിണിയിലാവാൻ കാരണം എന്തെന്നറിയുമ്പോൾ ദൈവത്തെ അനുസരിച്ചോണ്ടാ. ദൈവത്തെ അനുസരിക്കുമ്പോൾ എപ്പോഴും അനുഗ്രഹം മാത്രമല്ല കേട്ടോ, ദുരിതങ്ങളും വരും. ദൈവത്തെ പിൻപറ്റാൻ ഇറങ്ങുമ്പോൾ എന്നും സമൃദ്ധിയും പട്ടുമെത്തിയുമല്ല, കാലിൽ മുള്ളുകൊള്ളും. ഏലിയാവ് ഓടിയ ഓട്ടം സ്തോത്രം പീറ്റി ഉഷ പോലും അങ്ങനെ ഓടിക്കാണത്തില്ല. ഇസബേലിനെ പേടിച്ച് ഏലിയാവ് ഓടിയ ഓട്ടമുണ്ടല്ലോ, ഒളിവ് പാർത്തു. ഞാൻ ചോദിച്ചു ഏലിയാവേ ഒരു പെണ്ണിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ സ്തോത്രം, ഒരു പെണ്ണിന്റെ വെല്ലുവിളി, ഒരു ആഹാബിനെ വെല്ലുവിളിച്ചു. ബാലിന്റെ കള്ളപ്രവാചകന്മാരെ മുഴുവനും മലയുടെ മുകളിൽ വെച്ച് കൊന്ന് അങ്ങാണ് ഓടുന്നത്. അപ്പോൾ ഏലിയാവ് എന്നോട് പറഞ്ഞെന്നറിയാമോ, അത് സാധാരണ പെണ്ണല്ല, അവളാണ് ഇതിന്റെ എല്ലാം ആണിക്കല്ല്. ഓ സ്തോത്രം. യോഹന്നാന്റെ തല വെട്ടിയത് ആരാന്നറിയാമോ? ഹെരോദാവല്ല, ഹെരോദാവിനെ കൊണ്ട് ചെയ്യിച്ചത് ഹെരോദാവിന്റെ ഭാര്യ. ആമേൻ. ഇന്ന് പാർക്കാൻ ഞാനൊരു ദൂത് പറയട്ടെ. സ്തോത്രം. ആഭിചാരത്തിന്റെ ശക്തി വെളിപ്പെട്ട് ദേശത്തിൽ നിൽക്കുമ്പോൾ സഹോദരിമാരെ നിങ്ങളെ വിളിച്ചത് എന്തിനാ? അതിനെ വെട്ടാനാ. ദൈവാത്മാവ് ദൂത് പറയുകയാണ്, അതിന് വെട്ടാനുള്ളൊരു അഭിഷേകം ഏറ്റെടുത്തോണം കേട്ടോ. ചില ഹെരോദ്യമാർ സ്തോത്രം, ചില ഇസബേലുമാർ ദേശത്തിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ വുമൺ അറിയാമോ, അതിനെ വെട്ടുന്നൊരു അഭിഷേകം വെളിപ്പെടാനാ. ചിലതിന്റെ ഒക്കെ വെല്ലുവിളി കണ്ടിട്ട് പ്രവചന മണ്ഡലങ്ങൾ മങ്ങി നിൽക്കുമ്പോൾ സഹോദരിമാരെ നിങ്ങളുടെ പ്രാർത്ഥന ചില പ്രവാചകന്മാർക്ക് ജന്മം കൊടുക്കാൻ പോകുക.